ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അജ്മൽ ഹാദീസ് മാർക്കറ്റിംഗ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ആഡ് അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പുതിയ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്നിട്ടൊരു ആഡ് അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തു, അജ്മൽ ഹാദി ബ്രാൻഡ്. നമ്മൾ പുതിയ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഒരു ആഡ് അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ അത് 6 രൂപത്തിലാണ് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുക. അതവിടെ ക്രിയേറ്റ് ചെയ്തെന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അവയർനെസ്, ട്രാഫിക്, എൻഗേജ്മെൻറ്റ്, ലീഡ്സ്, ആപ്പ് പ്രൊമോഷൻസ്, സെയിൽ, ഈ 6 രീതിയിലാണ് നമ്മൾ ഒരു ക്യാമ്പയിൻ സെറ്റ് ചെയ്യുക. അപ്പോൾ അവയർനെസ് എന്തിനാണെന്നുള്ളത് നോക്കിയാൽ അത് റീച്ച്, അതുപോലെ തന്നെ ബ്രാൻഡ് അവയർനെസ്, വീഡിയോ വ്യൂസ്, ഷോ, ലൊക്കേഷൻ അവയർനെസ്. നമ്മളെ ആദ്യമായിട്ട് ഒരാളൊരു ബ്രാൻഡ് തുടങ്ങുമ്പോൾ അവർക്ക് അവരുടെ ആ ഒരു ബ്രാൻഡിനെ നാട്ടിൽ അപ്പോൾ ഒരു ഏരിയ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ തുടങ്ങുന്നതെങ്കിൽ ആ ഏരിയയിൽ നമ്മളെ ബ്രാൻഡ് എത്തി എന്നുള്ളതൊന്ന് അവർക്ക് അറിയിച്ചു കൊടുക്കണം. അതാണ് അവയർനെസ്, ബ്രാൻഡ് അവയർനെസ്. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു ഷോപ്പാണെങ്കിൽ ആ ഷോപ്പിൻ്റെ വീഡിയോസ്, അതിൻ്റെ ആംബിയൻസ്, കാര്യങ്ങളെല്ലാം കൂടി ഇൻക്ലൂഡായിട്ട് നമ്മളൊരു നല്ലൊരു സെറ്റ് വീഡിയോസൊക്കെ ചെയ്തിട്ട് അത് നമ്മൾ അവയർനെസ് ചെയ്യുക. അപ്പോൾ നാട്ടിൽ ഇന്നൊരു കട തുടങ്ങിയിട്ടുണ്ട് എന്നൊന്ന് നാട്ടിലുള്ള ആളുകളെ അറിയിക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനി ഒരു പ്രൊഡക്റ്റ് ഇറക്കിയിട്ടുണ്ട് എന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ, അതിൻ്റെ കസ്റ്റമേഴ്സിനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രാൻഡ് അവയർനെസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ട്രാഫിക് ക്യാംസ് എന്ന് പറഞ്ഞാൽ ലിങ്ക് ക്ലിക്സ്, അതുപോലെ തന്നെ ലാൻഡിങ് പേജ് വ്യൂസ്, അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ വിസിറ്റ്സ്, മെസ്സേജസ്, ഇൻസ്റ്റഗ്രാം ആൻഡ് വാട്സപ്പ് കോൾസ്. അതായത് നമ്മളെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി അല്ലെങ്കിൽ നമ്മളൊരു ബ്ലോഗ് എഴുതി, അല്ലെങ്കിൽ നമ്മളെ പ്രൊഡക്റ്റിൻ്റെ ലാൻഡിങ് പേജ് വെബ്സൈറ്റിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ട് അതിൽ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ആഡ്സാണ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാമോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മളെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൻ്റെ ലാൻഡിങ് പേജുകളൊക്കെ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അപ്പോൾ നമ്മളെ അക്കൗണ്ടിലേക്ക് കുറച്ച് ആളുകളെ കൂട്ടുക എന്നുള്ളതാണ് ട്രാഫിക്. നമ്മളെ അക്കൗണ്ട് വിസിറ്റേഴ്സിൻ്റെ ആളുകളുടെ എണ്ണം കൂട്ടുക എന്നുള്ളതാണ് അതിനുള്ള ഉദ്ദേശം. അതിൽ നമുക്ക് വാട്സപ്പ് നമ്പർ വെച്ചിട്ട് അതിൻ്റെ ലിങ്ക് കൊടുത്താൽ ചാറ്റ് ഓൺ വാട്സപ്പ് എന്നുള്ള ഒരു മെസ്സേജ് എന്നുള്ള അതൊക്കെ കാണിക്കും. അത് നമുക്ക് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും സെറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. അടുത്തത് എൻഗേജ്മെൻ്റ് ആണ് എല്ലാവരും എല്ലാവരും ചെയ്യുന്നൊരു സംഗതി. എൻഗേജ്മെൻറ്റ് നമുക്ക് വാട്സപ്പ് വഴി മെസ്സേജ് വരിക, എൻക്വയറീസ് വരിക എന്നുള്ളത്, കൺവേർസേഷൻസ് കൂടുക. വാട്സപ്പ് വഴി മാത്രമല്ല, മെസ്സഞ്ചറുമായിട്ടും ഇൻസ്റ്റഗ്രാമിൻ്റെ അക്കൗണ്ടിലും വാട്സപ്പിൽ 3 എണ്ണത്തിലും ഒരുമിച്ച് തന്നെ നമുക്ക് മെസ്സേജ് വരുന്ന രൂപത്തിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഇനി വാട്സപ്പിൽ മാത്രം മെസ്സേജ് വരുന്ന രൂപത്തിൽ നമുക്ക് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മാത്രം, അല്ലെങ്കിൽ ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ മാത്രമായിട്ടും മെസ്സേജ് വരുന്ന രൂപത്തിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. അതിൽ കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് അടുത്തതിൽ നോക്കാം. അടുത്തത് ലീഡ്സ് ക്യാമ്പ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നെയിം ചോദിക്കും, പ്ലേസ് ചോദിക്കും, പിന്നെ ഏതാണ് നിങ്ങളെ ക്വാളിഫിക്കേഷൻ ചോദിക്കുക. എന്നിട്ട് അപ്ലൈ നൗ എന്നുള്ള രീതിയിലൊരു ബട്ടൺ ഉണ്ടാവും. അതാണ് ചെറിയൊരു ഇൻസ്റ്റൻറ്റ് ഫോം പോലെ രൂപത്തിൽ സെറ്റ് ചെയ്തിട്ടാണ്. അത് വെബ്സൈറ്റ് നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഫോം കൊടുക്കാം, പിന്നെ മെസ്സഞ്ചർ, ഇൻസ്റ്റഗ്രാം എല്ലാം കൊടുക്കാം. അതിൽ കുറച്ചുകൂടി കുറച്ചുകൂടി ജെന്യൂനിറ്റി ഉണ്ടാകും. CPR കുറച്ച് കൂടുതലാണെങ്കിലും അതിൽ വരുന്ന ആളുകളെ നമ്മളൊരു ഫോമിലേക്ക് കൺവേർട്ട് ആക്കും. പാബ്ലി അതുപോലത്തെ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ട് നമ്മളൊരു ഗൂഗിൾ ഷീറ്റിലേക്കൊക്കെ എന്താക്കും, അതിനെ കൺവേർട്ട് ചെയ്ത് സെറ്റ് ചെയ്തിട്ട് പിന്നെ പിന്നീട് അവരെ നമ്പർ വെച്ചോ മെയിൽ വെച്ചോ എങ്ങനെയാണെന്നുള്ളത് അത് നോക്കിയിട്ട് നമ്മളവരെ കോണ്ടാക്റ്റ് ചെയ്യും. ആ രൂപത്തിലായിരിക്കും ആ ഒരു ക്യാമ്പ് പോവാം. അടുത്തത് ആപ്പ് പ്രൊമോഷനാണ്. നമ്മളൊരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയാൽ അത് ആപ്പ് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ, അങ്ങനെ പുതിയ കാര്യങ്ങൾ ആപ്പിൽ അപ്ഡേഷൻ ആകുമ്പോൾ അതിൻ്റെ ആ ഒരു അപ്ഡേഷൻ കാണിക്കുക. അല്ലെങ്കിൽ പുതിയൊരു ആപ്പ് നമ്മൾ ഉണ്ടാക്കിയാൽ അത് ആളുകളെ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കാനുള്ള രീതിയിൽ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുക. അതാണ് അതിലുണ്ടാവുക. അത് കഴിഞ്ഞാൽ
സെയിൽസാണ്. സെയിൽസിൽ നമ്മൾ കൺവേർഷൻസ് ഉണ്ടാകും. കാറ്റലോഗ് സെയിൽസാണ് നമ്മളെ പ്രൊഡക്റ്റിൻ്റെ പല രൂപത്തിലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള കാറ്റലോഗ് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ പ്രൈസും കാര്യങ്ങളും മറ്റൊക്കെ കൊടുത്തിട്ട് ഇൻസ്റ്റഗ്രാമിൽ അല്ലെങ്കിൽ ബുക്ക് നൗ അല്ലെങ്കിൽ അപ്ലൈ നൗ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ മെസ്സേജ് തന്നെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് വരുന്ന രീതിയിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലൊക്കെ മെസ്സേജ് വരുന്ന രീതിയിൽ നമുക്കത് സെറ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ നോക്കിയാൽ ഈ 6 രൂപത്തിൽ നമുക്ക് നമ്മളെ മാർക്കറ്റിംഗ്, നമ്മളൊരു ബ്രാൻഡ് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഏത് മേഖലയാണ് നമുക്ക് ഏറ്റവും ഉചിതമെന്ന് നമ്മൾ നോക്കിയിട്ട് വേണം അത് ചെയ്യാൻ. അപ്പോൾ ആദ്യം നമ്മൾ ചിലപ്പം അവയർനെസ് ചെയ്യേണ്ടി വരും. ഏതൊരു ബ്രാൻഡും ബേസിക് ആയിട്ടുള്ള ഒരു ബ്രാൻഡാകുമ്പോൾ നമ്മളാദ്യം അവയർനെസ് ചെയ്യുക. അവയർനെസ്സിലൂടെ നമ്മൾ അവയർനെസ് ചെയ്തിട്ട് ആളുകളെ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് പിന്നെ രണ്ടാമത് നല്ല ട്രാഫിക് കൂടി ചെയ്യുക. ട്രാഫിക് ചെയ്യുമ്പോൾ നമ്മൾ അക്കൗണ്ട് എന്തായി കിട്ടും, ഒന്ന് റീച്ചായി കിട്ടും. നമ്മൾ അക്കൗണ്ടിലേക്ക് കുറച്ച് ട്രാഫിക് കൂടും. അത് കഴിയുമ്പോൾ ഏകദേശം ആളുകളിലേക്കൊക്കെ നമ്മളെ ബ്രാൻഡ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ നമ്മളെ ഇതിൽ ഇംപ്രഷൻ ചെയ്ത ആളുകളെ നോട്ട് ചെയ്യും. അങ്ങനെ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എൻഗേജ്മെൻറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ആളുകളിലേക്ക് അധികം നമ്മൾ മുമ്പ് അവയർനെസ് ചെയ്തപ്പോഴും ട്രാഫിക് ചെയ്തപ്പോൾ ഒക്കെ നമ്മളെ അക്കൗണ്ടിൽ കയറിയ ആളുകൾ, ആ ഒരു പോസ്റ്റർ അല്ലെങ്കിൽ ആ ഒരു വീഡിയോ നോക്കിയ ആളുകൾ അവരൊക്കെ എന്ത് ചെയ്യും, നോട്ട് ചെയ്തിട്ട് എൻഗേജ്മെൻറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ആളുകളിലേക്ക് ഒരു AI മോഡിൽ എന്താക്കും അതിനെ സെറ്റപ്പ് ചെയ്തിട്ട് ഒരു അഡ്വാൻറ്റേജ് പ്ലസ് എന്നുള്ള രൂപത്തിൽ നമ്മളെ അഡ്വർടൈസ്മെൻറ്റ് റൺ ചെയ്യാൻ എന്താക്കും റെഡിയാകും. അപ്പോൾ ആദ്യം തന്നെ ചില ബ്രാൻഡ് തുടങ്ങുമ്പോൾ തന്നെ ആരും എൻഗേജ്മെൻറ്റ് ചെയ്യാറില്ല. അതിനൊരു ഓർഡറും കാര്യങ്ങളും അതിനൊരു സെറ്റപ്പും കാര്യങ്ങളുണ്ട്. അത് നമുക്ക് വരുന്ന ക്ലയൻസ് എങ്ങനെയാണോ അല്ലെങ്കിൽ നമ്മളെ ബിസിനസ് എങ്ങനെയാണോ എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ കൺസൾട്ടേഷനൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ എന്തെങ്കിലും ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് നമ്മളെ നമ്പറുമായിട്ട് ബന്ധപ്പെട്ടാൽ കോൺടാക്റ്റ് ചെയ്താൽ അവർക്ക് കൺസൾട്ടേഷനും അതുപോലെ തന്നെ ബിസിനസ് വളർത്താൻ നമ്മൾ അഡ്വർടൈസ്മെൻറ്റായിട്ട് നമ്മൾ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ നമുക്ക് അത് നിങ്ങളെ സഹായിക്കാനൊക്കെ കഴിയും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എങ്ങനെ ഒരു അവയർനെസ് ക്യാമ്പയിൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.